കൂടുകെട്ടാൻ തുടങ്ങി 15 ദിവസമായി. അങ്ങനെ ഒരു മാസത്തെ കഠിനാധ്വാനത്തിൽ അവൻ അവന്റെ കൂടും പണിതു. അവസാനം ഞാൻ എന്റെ സ്വന്തം കൂടിവിടെ പണിതു. അവൻ അവന്റെ കൂട്ടിലിരുന്ന് വിശ്രമിക്കാൻ തുടങ്ങി. അവന്റെ മുഖത്ത് പതിവില്ലാത്തൊരു പുഞ്ചിരിയും ഉണ്ടായിരുന്നു. പതുക്കെ പതുക്കെ പക്ഷികളും മൃഗങ്ങളും അവന്റെ അടുത്തേക്ക് വരാൻ തുടങ്ങി. കൊള്ളാം മിട്ടു, നിന്റെ ഈ നേട്ടം വളരെ വലിയൊരു കാര്യം തന്നെയാണ്. നമ്മൾ വിശ്വാസത്തോടെ പ്രയത്നിച്ചു കഴിഞ്ഞാൽ എത്രയും കഷ്ടപ്പാടുള്ള ജോലിയാണെങ്കിലും ചെയ്തു തീർക്കാം. ഇങ്ങനെ പറഞ്ഞ് അവിടെ നിന്ന് എല്ലാവരും കൈയടിക്കാനും തുടങ്ങി. വൈകുന്നേരമായപ്പോൾ എല്ലാവരും വീട്ടിലേക്കും മടങ്ങി. മിട്ടുവും ഉറങ്ങാൻ തുടങ്ങി. അതിരാവിലെ പതിവില്ലാതെ ദം ദം എന്ന ശബ്ദത്തോടെ മിട്ടു കണ്ണു തുറന്നു നോക്കി. അയ്യോ, ഇത് എന്താണിത്? ഇനി വല്ല ഭൂകമ്പവുമാണോ? അവൻ കൂട്ടിൽ നിന്നും ഇറങ്ങി നോക്കിയപ്പോൾ രാമുവാന അമ്മാരെ മിട്ടു ഉലയ്ക്കുന്നുണ്ടായിരുന്നു. രാമുവാനെ, ഈ മരത്തിൽ എന്റെ കൂടുണ്ട്, നിർത്ത്, അല്ലെങ്കിൽ അത് താഴെ വീഴും. അയ്യോ, നീ വേറെ ഏതെങ്കിലും മരത്തിൽ പോയി കൂട് കെട്ട്. പക്ഷേ ഞാൻ നിർത്താൻ പോകുന്നില്ല. ഞാൻ ഈ മരം മറച്ചിടുക തന്നെ ചെയ്യും. ഒരുപാട് മൃഗങ്ങളും ഒത്തുകൂടാൻ തുടങ്ങി. അങ്ങനെ മരത്തിന്റെ കൂടെ തന്നെ മിട്ടുവിന്റെ കൂടും താഴെ വീണ് നശിച്ചുപോയി. മിട്ടുവിന്റെ ചങ്കും തകർന്നു. ദുഷ്ട രാമുവാനെ, ഞാനൊരു വികലാംഗനായ തത്തയാണ്. ഞാൻ ഈ കൂട് ഒരു മാസം രാവും പകലും കഷ്ടപ്പെട്ട് പണിതതാണ്. പക്ഷേ നീ അതൊന്നും കാര്യമാക്കാതെ എന്റെ കൂട് നശിപ്പിച്ചല്ലോ. അയ്യോ അയ്യോ, നിർത്ത് നിന്റെ അഭിനയം. ഞാൻ ഈ കാട്ടിലെ എല്ലാ പക്ഷികളോടും പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ കൂട് കെട്ടാനേ പാടില്ല എന്ന്. അങ്ങനെയാണെങ്കിൽ മരം വീഴുമ്പോൾ തകരില്ലല്ലോ. നിങ്ങളിത് വേറെ എവിടെയെങ്കിലും ഉണ്ടാക്കൂ. നിങ്ങൾ വീണ്ടും വീണ്ടും ഇങ്ങനെ തന്നെ ചെയ്തുകൊണ്ടിരുന്നാൽ നിങ്ങളുടെ കൂട് തകരുന്നത് നിങ്ങൾക്ക്